നമസ്കാരം. ഞാൻ ഡോക്ടർ രജിത കെ അജീഷ്, ആയുർവേദ ഡോക്ടറാണ്. കൂടെ തന്നെ തെറാപ്യൂട്ടിക് യോഗ ട്രെയിനർ കൂടിയാണ്. ഇന്നത്തെ എപ്പിസോഡിൽ നമുക്ക് ബെല്ലി ഫാറ്റ് എങ്ങനെ കുറയ്ക്കാം, അതായത് നമ്മുടെ വയറിന് ചുറ്റും അടിഞ്ഞുകൂടിയിരിക്കുന്ന അധികമുള്ള കൊഴുപ്പ് എങ്ങനെ കുറയ്ക്കാം എന്ന് കാണിക്കുന്ന ഒരു എക്സസൈസ് അല്ലെങ്കിൽ യോഗ പോസാണ് ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത്. മുന്നിലത്തെ എപ്പിസോഡിൽ നമ്മൾ ധാരാളം വയറിലെ കൊഴുപ്പ് കുറയ്ക്കുന്ന ധാരാളം യോഗാസനാസ് പരിചയപ്പെട്ടു കഴിഞ്ഞു. ഇന്നത്തെ എപ്പിസോഡിലും നമ്മൾ അതുമായി ബന്ധപ്പെട്ട ഒരു യോഗാസനമാണ് കാണിക്കുന്നത്. അതായത് നമ്മൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞ ഭുജംഗാസനവും ശശാങ്കാസനവും അതിൻ്റെ രണ്ടിൻ്റെയും കൂടി ഒരു കോമ്പിനേഷൻ ഇഫക്റ്റാണ് ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത്. സാധാരണ വയറിലെ കൊഴുപ്പ് കുറയ്ക്കുന്ന എക്സസൈസ് എല്ലാം വളരെ ഇൻറ്റൻസ് രീതിയിൽ നമ്മൾ ചെയ്യുന്നതാണ്. അതുകൊണ്ട് തന്നെ പലർക്കും ബാക്ക് പെയിൻ, ലോ ബാക്ക് ഏക്ക്, അതായത് നമ്മുടെ തണ്ടലിന് ചുറ്റുമുള്ള വേദന, അത് കാലുകളിലേക്കും റേഡിയേറ്റ് ചെയ്യപ്പെടുന്ന വേദന എന്നെല്ലാം കാണപ്പെടുന്നു. പക്ഷേ ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്ന ഭുജംഗാസനവും ശശാങ്കാസനവും യാതൊരു തരത്തിലുള്ള നമ്മുടെ സ്പൈൻ റിലേറ്റഡ് യാതൊരു തരത്തിലുള്ള ഇഷ്യൂസും ഉണ്ടാക്കാതെ തന്നെ വയറ് കുറയ്ക്കുന്നതിന് സഹായിക്കുന്നു. അതുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡിൽ വളരെ സിമ്പിളായിട്ട് ചെയ്യാവുന്ന ഈ ഒരു കോമ്പിനേഷൻ യോഗാസനം പരിചയപ്പെടാം. വയറിന് ചുറ്റും അടിഞ്ഞുകൂടിയിരിക്കുന്ന അധികമുള്ള കൊഴുപ്പ് എങ്ങനെ കുറയ്ക്കാം എന്ന് കാണിക്കുന്ന ഒരു എക്സസൈസ് അല്ലെങ്കിൽ യോഗ പോസാണ് ഭുജംഗാസനവും ശശാങ്കാസനവും. സാവധാനം കാൽമുട്ടുകളിൽ ഉയർന്നുകൊണ്ട് ശ്വാസം ഉള്ളിലേക്ക് എടുത്തുകൊണ്ട് ഹിപ്പ് ഓൺ ദ ഫ്ലോർ, then stretch your neck and stretch your abdominal muscles maximum. ശശാങ്കാസനം ചെയ്യുന്നതിനായി നമുക്ക് വജ്രാസന പോസിലേക്ക് വരാം. കാലുകൾ മടക്കി ഹീലിൽ ഇരിക്കാം. മാക്സിമം നിവർന്ന്, നട്ടെല്ല് മാക്സിമം നിവർന്ന് ഇരിക്കാം. ശശാങ്കാസനത്തിനായി ഫ്രണ്ടിലേക്ക് രണ്ട് കൈകളും നീട്ടാം. ഫോർഹെഡ് ഫ്ലോറിൽ മുട്ടിക്കാം. ശശാങ്കാസനത്തിൽ നിന്നും നമുക്ക് അടുത്തതായി ഭുജംഗാസന പോസിലേക്ക് പോവാം. അതിനായി കാൽമുട്ടുകളിൽ ഉയരാം. സാവധാനം കാൽമുട്ടുകളിൽ ഉയർന്നുകൊണ്ട് ശ്വാസം ഉള്ളിലേക്ക് എടുത്തുകൊണ്ട് ഹിപ്പ് ഓൺ ദ ഫ്ലോർ, then stretch your neck and stretch your abdominal muscles maximum. ശ്വാസം പുറത്തേക്ക് വിട്ടുകൊണ്ട് വീണ്ടും ശശാങ്കാസന പോസിലേക്ക് വരാം. സാവധാനം എക്സേൽ, ബാക്ക് ടു ശശാങ്കാസന. ഇത് ഒരു സെറ്റാണ്. വീണ്ടും കാണിക്കാം. ശശാങ്കാസനത്തിൽ നിന്ന് ഭുജംഗാസനത്തിലേക്ക് എൻറ്റയർ ബോഡി സ്ട്രെച്ചായി കാണിക്കാം. ഇൻഹേൽ, ശ്വാസം ഉള്ളിലേക്ക് എടുത്തുകൊണ്ട് ഹിപ്പ് ഓൺ ദ ഫ്ലോർ, സ്ട്രെച്ച് യുവർ അബ്ഡോമിനൽ മസിൽസ്, സ്ട്രെച്ച് യുവർ നെക്ക്. ശ്വാസം പുറത്തേക്ക് വിട്ടുകൊണ്ട് സാവധാനം ശശാങ്കാസനത്തിലേക്ക് വരാം. നോർമൽ ബ്രീതിങ്. ഇപ്പോൾ നമ്മൾ കണ്ട രീതിയിൽ വളരെ സിമ്പിളായി ശശാങ്കാസനം അതിൻ്റെ കൂടെ തന്നെ ഭുജംഗാസനം എന്ന രീതിയിൽ ഒരു സെറ്റായി നമുക്ക് പ്രാക്ടീസ് ചെയ്യാവുന്നതാണ്. ഈ സെറ്റ് നമുക്ക് 3 മുതൽ 5 തവണ വരെ ചെയ്യാം.
ഞാൻ ചെയ്ത രീതിയിൽ വളരെയധികം സ്ട്രെച്ചിങ്ങോടുകൂടി തന്നെ ചെയ്യുകയാണെങ്കിൽ വയറിന് ചുറ്റുമുള്ള കൊഴുപ്പ് കുറയുന്നതോടൊപ്പം തന്നെ നമ്മുടെ ഡബിൾ ചിൻ, നമ്മുടെ ചിന്നിൻ്റെ താഴെ ഉള്ള എക്സ്ട്രാ ഉള്ള കൊഴുപ്പും കൂടി കുറയുന്നതിന് സഹായിക്കുന്നു. മാത്രമല്ല തൈറോയ്ഡ് റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും ഇഷ്യൂസ് ഉള്ളവർക്കും വളരെ ഉപകാരപ്രദമായ ഒരു യോഗാസനമാണ് ഇന്ന് നമ്മൾ പരിചയപ്പെട്ടത്. അടുത്ത എപ്പിസോഡിൽ ഒരു പുതിയ യോഗാസനവുമായി വരുന്നതുവരെ നന്ദി, നമസ്കാരം.